മറ്റൊരു കൂട്ട ആത്മഹത്യ കൂടി സംഭവിച്ചിരിക്കുകയാണ്. കോട്ടയം ഏറ്റുമാനൂരിലാണ് സംഭവം. ഷൈനിയും പെൺമക്കളും ജീവനൊടുക്കിയ അതേ ഏറ്റുമാനൂര് തന്നെ. ഷൈനിയുടെയും മക്കളുടെയും മരണം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഏറ്റുമാനൂരുകാര് മുക്തരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് എല്ലാവരും ഞെട്ടിച്ചോട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകയും മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജിസ്മോളാണ് തന്റെ 2 പിഞ്ചു മക്കളെയും എടുത്ത് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. മൂത്ത കുഞ്ഞിന്റെ പേര് നേഹ എന്നാണ്. 5 വയസ്സായിരുന്നു നേഹയുടെ പ്രായം. ഇളയ കുഞ്ഞിന് ഓറയ്ക്ക് 1 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മക്കൾക്ക് 2 പേർക്കും കീടനാശിനി കൊടുത്ത് തന്റെ കയ്യിലെ ഞെരുമ്പും മുറിച്ചതിന് ശേഷമാണ് ജിസ്മോൾ മക്കളെയും കൂട്ടി ആറ്റിൽ ചാടിയത്. ഒരു കാരണവശാലും മരണത്തിൽ നിന്നും രക്ഷപ്പെടരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഒരു ആത്മഹത്യ. ഷൈനിയുടെ കേസിലെ പോലെ തന്നെ കുടുംബ പ്രശ്നമാണ് ഇവിടെ വില്ലനായിരിക്കുന്നത്. ഭർത്താവിന്റെ അമ്മയുടെയും ചേച്ചിയുടെയും ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് ജിസ്മോൾ ആത്മഹത്യ ചെയ്തത് എന്നാണ് ജിസ്മോളുടെ കുടുംബം ആരോപിക്കുന്നത്. ജിസ്മോളുടെ അമ്മ നേരത്തെ ഒരു അപകടത്തിൽ മരിച്ചതാണ്. അച്ഛൻ ആൺമക്കളുടെ കൂടെ UK-യിലാണ് താമസം. UK-യിലുള്ള അച്ഛനെ ഫോൺ വിളിച്ച് ഞാനും മക്കളും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ജിസ്മോൾ മീനാച്ചിലാറ്റിൽ പോയി ചാടിയത്. മക്കൾക്ക് വീട്ടിലുണ്ടായിരുന്ന കീടനാശിനിയോ മറ്റോ കുടിക്കാൻ കൊടുത്തു. ഹാർപ്പിക്കാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശേഷം ജിസ്മോൾ തന്റെ കയ്യിലെ ഞെരുമ്പ് മുറിച്ചു. എന്നാൽ താനും മക്കളും മരിക്കുന്നില്ല എന്ന് കണ്ടതോടെ ആറ്റിൽ പോയി ചാടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഹൈക്കോടതി വക്കീലായ ഒരു യുവതി, സാമ്പത്തികമായി നല്ല നിലയിൽ നിൽക്കുന്ന ഒരു കുടുംബം, പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും എല്ലാം കൊണ്ടും അടിപൊളിയായ ഒരു കുടുംബം, എന്നിട്ടും അവിടെ ഒരു കൂട്ട ആത്മഹത്യ നടക്കുന്നു. ഇതാണ് ആളുകളെ ഞെട്ടിക്കുന്നത്. ചെറിയ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ആത്മഹത്യ നടക്കില്ലല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊലക്ക് കൊടുക്കാൻ മാത്രം എന്ത് പ്രശ്നങ്ങളായിരുന്നു ജിസ്മോൾ അനുഭവിച്ചിരുന്നത് എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അതിനുള്ള ഉത്തരം ജിസ്മോളുടെ സഹോദരനും അച്ഛനും മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കേട്ടോക്കാം. അവള് ഒരിക്കലും ആത്മഹത്യ ചെയ്യല. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും. ഏത് അറ്റം വരെ പോകും. അതേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ UK-ന്ന് വിളിച്ചവളെ. അപ്പൊ അവള് വിളിച്ചിട്ട് എടുത്തില്ല. വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന്. വീട്ടിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് ഓക്കെ. ജിസ്മോളുടെ ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ജിസ്മോളുടെ അച്ഛൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇയാൾ പോയി കോംപ്രമൈസ് ആക്കാറുണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ യാതൊരുവിധ കോംപ്രമൈസിനും നിൽക്കാതെ ജിസ്മോൾ യാത്രയായി എന്നുള്ളതാണ്. ജിസ്മോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഇതേ അഭിപ്രായം തന്നെയാണ്. ജിസ്മോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതൊന്നും വിശ്വസിക്കാനായില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്രയും ഊർജ്ജസ്വലമായ ഒരു പെൺകുട്ടിയായിരുന്നു. പോസിറ്റീവ് വൈബുള്ള ഒരാളായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചില സമയത്ത് നമ്മുടെ സകല നിയന്ത്രണങ്ങളും തെറ്റിപ്പോകുമെന്നുള്ളതാണ്. പക്ഷെ എന്തൊക്കെയായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് വളരെ ലളിതമായി തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ആ മക്കളെങ്കിലും ജിസ്മോൾക്ക് ഒഴിവാക്കാമായിരുന്നു. അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഷൈനയുടെ കേസിൽ നമ്മൾ ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു. എല്ലാവരും പറയുന്നത് പെൺമക്കളായതുകൊണ്ടാണ്. അമ്മ മരിച്ച പിന്നെ അവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ആ പെൺമക്കൾ പിന്നെ ഈ ലോകത്ത് സുരക്ഷിതരാവില്ല. പെൺമക്കളെ ഒറ്റയ്ക്കാക്കി ഒരു അമ്മക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ കൊന്നതിന് യാതൊരു ന്യായീകരണവും ആവില്ല എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഇവിടെ കൊച്ചിവിടെ ഓഫീസിലാണ്. ഇവിടെ ഓഫീസിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാ പിടിച്ചതാ മാനേന്ന് ചോദിച്ചു. നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു. കഥകനിട്ട് പിടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പപ്പ ചേട്ടായി എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് ചെടി പറയാഞ്ഞ് പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താ. നീ പപ്പായോട് പറഞ്ഞെന്ന് പറഞ്ഞ് പപ്പ വിളിച്ചാൽ അത് മുന്നേ മതി. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവള് വക്കീലാണ്. അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. ഓക്കെ. നിയമം അറിയുന്ന ഒരു വക്കീലായിട്ട് പോലും ജിസ്മോൾക്ക് ഭർത്താവിന് അടിയും തൊഴിയും സഹിച്ച് നിൽക്കേണ്ടി വന്നെങ്കിൽ ഇവിടുത്തെ സാധാരണ സ്ത്രീകളുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കൂ. ജിസ്മോളുടെ പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിന് പുറം ഭാഗത്ത് മുറിവുകൾ ഉള്ളതായി പറയുന്നുണ്ട്. ഈ ആത്മഹത്യ ചെയ്തതിന്റെ സമീപ ദിവസങ്ങളിലെങ്ങാനും ഭർത്താവ് മർദ്ദിച്ചതിന്റെ മുറിവുകളാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ആറ്റിൽ ചാടിയ സമയത്തുണ്ടായ മുറിവുകളാവാനും മതി. പക്ഷെ അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ഭർത്താവ് തന്നെ നിരന്തരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് ജിസ്മോൾ തന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ ഈ ബന്ധം ഏർപ്പെടുത്താനുള്ള പരിപാടികൾ അച്ഛൻ ചെയ്യണമായിരുന്നു. മോള് ചിലപ്പോൾ വേണ്ട അച്ഛ, എന്റെ മക്കളുടെ അച്ഛനല്ലേ, ഞാൻ എങ്ങനെയും സഹിച്ച് ജീവിച്ചോ എന്നൊക്കെ പറയുമായിരിക്കും. അങ്ങനെ ഒരു പ്രവണത പല സ്ത്രീകളിലും കാണാറുണ്ട്. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാൻ നിൽക്കാതെ സ്വന്തം മോൾ അവിടെ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കണമായിരുന്നു. കാരണം കുടുംബജീവിതമാവുമ്പോൾ വഴക്കുകളൊക്കെ സ്വാഭാവികമാണ്. വാക്കുകൾ കൊണ്ടുള്ള വഴക്കുകളൊന്നും നടക്കാത്ത കുടുംബങ്ങൾ എവിടെയും ഉണ്ടാവില്ല. എന്നാൽ വാക്കുകൾക്ക് അപ്പുറം കയ്യാങ്കടിയിൽ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് എക്സ്ട്രീമാണ്. സ്വന്തം ഭാര്യയെ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ആ ബന്ധത്തിൽ പിന്നെ എന്താ അർത്ഥമാണുള്ളത്? അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. പിന്നെ ആ ബന്ധത്തിൽ പിടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ജിസ്മോൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, എന്നിട്ടും അവൾക്ക് ആ ബന്ധത്തിൽ നിന്നും ഊരി പോരാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ്. എന്തായാലും ജിസ്മോളുടെ സഹോദരൻ ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോക്കാം. പറയാറില്ലായിരുന്നു. പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല. ചേച്ചി ഫുൾ പോസിറ്റീവ് ആയിട്ടാണ് സംസാരിച്ചത്. ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയുടെ കുറച്ച് പൈസ, ഞങ്ങളമ്മ ആക്സിഡന്റ് മരിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു. അത് 3 ഇയർ കിടന്നത് ഇതായി. ചേച്ചിക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് അവിടെ നോർത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന്, അളിയനെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ജിമ്മിനെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു.
എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത്. ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വരണം, അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറെ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാ. ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചി എന്നോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല, ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ്. എൻ്റെ വൈഫ് ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു, അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണ്, പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം, രാവിലെ പള്ളിയിൽ പോയി. അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് ഇട്ടു. അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവരെ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്, അതെന്തായാലും കണ്ടുപിടിക്കണം. ജിസ്മോളുടെ സഹോദരൻ പറഞ്ഞത് ഒരു ഫാക്റ്റ് ആണ്. ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഫ്ലൈറ്റിംഗ് യാത്രകളെ കുറിച്ച് എക്സൈറ്റിംഗ് ആയി സംസാരിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ ആ വീട്ടിൽ കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ജിസ്മോളുടെ മനസ്സിനെ അത്രയധികം പിടിച്ചു വെച്ച് എന്തോ നടന്നിട്ടുണ്ട്. ഭർത്താവിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിൽ പങ്കുണ്ടെന്നാണ് സഹോദരൻ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ജിസ്മോളുടെ നാത്തൂൻ, അതായത് ഭർത്താവിന്റെ ചേച്ചി വലിയ പ്രശ്നക്കാരിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഭർത്താവിന്റെ അമ്മ ജിസ്മോളുടെ കുഞ്ഞുങ്ങളോട് പോലും പക്ഷാപാതപരമായിട്ടാണ് പെരുമാറിയതെന്നാണ് സഹോദരൻ പറയുന്നത്. സ്വന്തം വീട്ടിലെ പരിപാടികൾക്ക് പോലും ഭർത്താവിന്റെ അമ്മയായിട്ടുള്ള ജിസ്മോളെ പറഞ്ഞയക്കാറില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ചില കുടുംബക്കാരുടെ വാക്കുകളും കൂടി ഒന്ന് കേട്ടോക്കാം. ജിമ്മി പറഞ്ഞത് അവിടെ ഒത്തിരി പരിപാടികളുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന്. അങ്ങനെ അവൻ ഇങ്ങോട്ടും പിന്നെ വിടാറില്ല അവളെ, ഒരു കാര്യത്തിന് പോലും വിടാറില്ല. ഈയിടെ ഞങ്ങളുടെ അപ്പാപ്പൻ മരിച്ചു, അന്നേരവും അവള് വന്നില്ല. അവള് വരാതിരിക്കുകയല്ല, മഴയായതുകൊണ്ട്. അവള് സത്യത്തിൽ അവൾ ആ ഒരു നല്ല ഒരു കുടുംബിനിയായിരുന്നു എന്ന് പറയും. കാരണം അവൾ ഒരിക്കലും ഞങ്ങളോടൊന്നും കുറ്റം പറയല, ജിമ്മിനെ ഒരിക്കലും പറയല. പിന്നെയും അമ്മായിമ്മയുടെ ഇത് അവള് ഡയറക്റ്റ് ആയിട്ട് പറയല, എന്നാലും അവള് പറയും അമ്മായിമ്മയുടെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഓക്കെ ആയിക്കോളും എന്നുള്ളത് അവള് പറയത്തുള്ളൂ. അവള് ജിമ്മിനെ ഒരിക്കലും കുറ്റം പറയല. ശരി, ഭർത്താവ് എന്ത് ചെയ്താലും അതെല്ലാം സഹിച്ചു നിൽക്കുന്നതല്ല ഒരു കുടുംബിനിയുടെ ലക്ഷണം എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതിന്റെ ഒന്നും യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല. ആരെയാണ് പേടിക്കുന്നത്? നാട്ടുകാരെ പേടിച്ചിട്ടാണോ? നാണക്കേടാവുമെന്ന് ഭയന്നിട്ടാണോ? സ്വന്തം ജീവനേക്കാളും വലുതാണോ നാണക്കേട്? പോട്ടെ, സ്വന്തം മക്കളുടെ ജീവനേക്കാളും വലുതാണ്. സ്വന്തം മക്കളുടെ ജീവനും നാണക്കേടും എടുത്ത് ഒരു ത്രാസിന്റെ 2 തട്ടിൽ വെച്ചാൽ നാണക്കേടിന് തട്ട് താന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. ഇതുപോലെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നന്നായി പഠിച്ച് ജോലിയൊക്കെ ചെയ്തതിന് ശേഷം മാത്രം പെൺകുട്ടികൾ വിവാഹം ചെയ്താൽ മതി. അങ്ങനെ ആവുമ്പോൾ ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മക്കളെയും കൂട്ടി ധൈര്യമായി ഒറ്റയ്ക്ക് ജീവിക്കാലോ. പക്ഷെ ഇവിടെ നോക്കൂ, ജോലിയും വിദ്യാഭ്യാസവും ഒക്കെ ആവശ്യത്തിലേറെയുണ്ട്. എന്നിട്ടും ഇതേപോലെ ഷൈനിമാരും ജിസ്മോളുമാരും ഒന്നും അറിയാത്ത പാവം കുഞ്ഞുങ്ങളും ഒക്കെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. വല്ലാത്ത അവസ്ഥയാണത്. എന്തായാലും ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുക തന്നെ വേണം. ഭർത്താവിന്റെ വീട്ടുകാർക്ക് പങ്കുണ്ടെങ്കിൽ മാതൃകാപരമായി അവരെ ശിക്ഷിക്കുക തന്നെ വേണം. കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇനിയൊരു കൂട്ട ആത്മഹത്യ കൂടി ഇവിടെ ഉണ്ടാവരുത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.